വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. ആപ്പിൾ ഇന്ന് കുറേയധികം പ്രൊഡക്ട്സുകൾ അനൗൺസ് ചെയ്തു. അതേ സമയത്ത് ഇവൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ആപ്പിൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റും കൂടെ ആപ്പിൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാക്ബുക്ക് നിയോ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു പുതിയൊരു മാക്ബുക്കിൻ്റെ ഒരു വേർഷൻ കൂടി ഇതിനകത്ത് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പ്രൈസിങ് ആയിരുന്നു എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഓൾമോസ്റ്റ് ഒരു $800 കാനഡിയൻ ഡോളേഴ്സിനൊക്കെ നമുക്ക് ഈ മാക്ബുക്ക് നിയോ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതിൻ്റെ സ്പെക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത്. നമുക്ക് അതിനകത്ത് സ്പെക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A18 Pro ആണ് നമുക്ക് അതിനകത്തോട്ട് വരുന്ന ചിപ്സെറ്റ് വരുന്നത്. A18 Pro എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ iPhone 16 കണ്ട അതേ ചിപ്സെറ്റാണ് നമ്മൾ ഈ ഒരു മാക്കിലേക്ക് വരുമ്പോഴും അവർ യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി അത് മാക്കിൻ്റെ രീതിയിലായിട്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ രീതിയിൽ അവർ അതിനെ കസ്റ്റമൈസ് ചെയ്യും. ബട്ട് സ്റ്റിൽ അവർ യൂസ് ചെയ്യുന്നത് ഒരു ഫോണിൻ്റെ ചിപ്പ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ ചിപ്പ് എടുത്തിട്ടാണ് അവർ ഈ ഒരു മാക്ബുക്കിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രൈസ് കട്ട് ചെയ്തിട്ടാണ് സംഭവം ഇറക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഐപാഡ് വേണ്ട, മാക്ബുക്ക് വേണം, അതേ സമയത്ത് ആ ഒരു പ്രൈസ് പോയിന്റിന് കിട്ടണം എന്നുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് വരിക. നമുക്ക് ഈ ഒരു $800 ആ ഒരു പോയിന്റിലൊക്കെ ഇത് കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ പരിപാടികളെല്ലാം നടന്നു പോവുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ വേർഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു മാക്ബുക്കിൻ്റെ അതേ ഒരു ഇക്കോസിസ്റ്റത്തിലൂടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മാക്ബുക്ക് നിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാണ്ട് ഇതിനകത്ത് ഒരുപാട് സാധാരണ നമ്മുടെ മാക്ബുക്ക് എയറിൽ നിന്നോ അല്ലെങ്കിൽ പ്രോയിൽ നിന്നൊക്കെ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് പുതിയ ഫീച്ചറുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവരെന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ വേറെ പുതിയതായുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് ടച്ച് പാഡും അതുപോലെ കീബോർഡും കാര്യങ്ങളെല്ലാം ഒരേ ഒരു ഒരേപോലത്തെ നമ്മുടെ മാക്ബുക്ക് എയറിലൊക്കെ കണ്ട അതേ ഒരു ലേഔട്ടിലാണ് ഇതും വരുന്നത്. 2 USB Type-Cൻ്റെ ഒക്കെ പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ 3.5 ഓഡിയോ ജാക്ക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഓഡിയോ സിസ്റ്റം ആണെങ്കിലും ഡോൾബി അറ്റ്മോസ് ഉള്ള നല്ല സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ മാക്ബുക്ക് നിയോയിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. നല്ല ഗ്രീൻ, യെല്ലോയിഷ് ഗ്രീൻ ആ ഒരു ടോണിലൊരു കളർ വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കളേഴ്സും കൂടി നമ്മുടെ ഈ ഒരു മാക്ബുക്ക് നിയോയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെ ഫങ്കി ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ അവർക്ക് ഈ സാധനത്തിലേക്ക് കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയാണ് അവർ ഈ ഒരു രീതിയിലുള്ള കളർ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൊമോ വീഡിയോ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രൊമോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ലേഔട്ടും കാര്യങ്ങളൊക്കെ വളരെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അവർ നല്ലൊരു അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അത് കൂടാണ്ട് ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത്, മാക്ബുക്ക് നിയോ. ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വേറെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വേറെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ഒന്നും അല്ല. 17 വരുമ്പോഴത്തേനും നമുക്ക് സാധാരണ എല്ലാ വർഷവും കണ്ടുവരുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ആ ഒരു 17 വരുമ്പോഴത്തേനും നമുക്ക് 48 MP ഒരു സിംഗിൾ ക്യാമറയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ ഒരു 1.6 അപ്പറേച്ചറിലൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ലെൻസിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ അതിൻ്റെ പ്രൊസസ്സർ, നമ്മുടെ ഈ 17 ഒരു പ്രൊസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ A19 ആണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ തന്നെ നമുക്ക് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് 256 ആയിട്ട് തന്നെ അവർ നിർത്തിയിട്ടുണ്ട്. ബേസ് സ്റ്റോറേജ് 256 തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. കാരണം ഞാൻ വിചാരിച്ചൊരു 128 അവർ പുഷ് ചെയ്യുന്നു, പക്ഷേ 256 തന്നെ അവർ ബേസ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ 6.1 ഇഞ്ചിൻ്റെ നമുക്ക് റെറ്റീന ഡിസ്പ്ലേ ആണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ് നമുക്ക് ഇതിനകത്തും വരുന്നത്. ഇതിനകത്തോട്ട് മേളിലേക്ക് പോയില്ല, 120 പോകാറുണ്ട്. ഇവർ 60 ഹെർട്സിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോൾ ആക്ഷൻ ബട്ടണോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാമറ ബട്ടണോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നില്ല. അതുപോലെ വേറൊരു സാധനം അവർ ഇതുവരായിട്ട് മാറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പിൽ ലൈക്ക് ഡിസൈൻ ഒന്നും ഇതിനകത്തോട്ട് വന്നിട്ടില്ല. നമുക്കിപ്പോഴും ആ ഒരു പഴയ ആ ഒരു 16 കണ്ട ആ ഒരു നോച്ച് തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോൾ കിട്ടുന്നത്. അതൊരു ഇത്രയും ഇപ്പോൾ 17 എത്തിയിട്ട് പോലും ആ ഒരു നോച്ച് കാര്യങ്ങളൊന്നും അവർ ഇതുവരായിട്ടും റെഡ്യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുമ്പോൾ $899 900 കാനഡിയൻ ഡോളേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്തൊരു പ്രൈസൊക്കെ വരുന്നത്. ആപ്പിളിന് ഇതിനകത്ത് ഏറ്റവും
എന്താ പറയുക ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രൈസ് കൺട്രോൾ ചെയ്യുക, അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണല്ലോ എപ്പോഴും അവർ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തോട്ടാണെങ്കിൽ അവർ മാക്സിമം പ്രൈസ് കട്ടിംഗ് ഒക്കെ വേണ്ട സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ടാർഗറ്റ് എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് ബയേഴ്സിന് എന്തായാലും ഇതൊരു ഹോട്ട് ബൈ തന്നെയാണ് നമ്മുടെ ഈ ഒരു 17E എന്ന് പറയുന്നത്. ഐഫോൺ നോക്കി നടക്കുന്ന ആൾക്കാർക്കല്ല, ഐഫോണിൻ്റെ ആ ഒരു പിക്ചറിൻ്റെ ഒരു സിഗ്നേച്ചറും അല്ലെങ്കിൽ വീഡിയോൻ്റെ സിഗ്നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും എന്താ പറയുക അടുത്തൊരു ബിഗ് ബില്യൺ ഡേയോ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സെയിലൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ പോകുന്ന ഒരു മോഡൽ കൂടിയായിരിക്കും ഈ ഒരു 17E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 28 hours ഒക്കെയാണ് ആപ്പിൾ പറയുന്നത്. അത്യാവശ്യം ഒരു ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ ചാർജിങ് സ്പീഡ് ആണെങ്കിലും അവർ ഇവിടെ 20 wattsൻ്റെ ചാർജറിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50% ആവാൻ 30 minutesലൊക്കെ ഇത് ഫുള്ളാവുന്നതാണ് കമ്പനി പറയുന്നത്, അല്ലെ ആപ്പിൾ പറയുന്നത്. അപ്പോഴും നമുക്കിതൊരു ഫാസ്റ്റ് ചാർജിങ് എന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനൊന്നുമില്ല. 20 wattsൻ്റെ ചാർജിങ് ബ്ലോക്ക് തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക 17E ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ എന്താ പറയുക ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഈ ഒരു എന്താ പറയുക ഇവൻ്റ് അല്ലെങ്കിലും ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നേക്കുന്ന അടുത്തൊരു എന്താ പറയുക ഒരു കിടുക്കൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാക്ബുക്കിൻ്റെ എയർ ആണ്. എയറിൻ്റെ തന്നെ M4 ചിപ്പുള്ള നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാക്ബുക്കിൻ്റെ എയർ M5 കൂടെ നമുക്ക് ഇതിനകത്ത് റിലീസായിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഭയങ്കര ഡിഫറൻസ് ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തില്ല. ഇതിനകത്ത് SoCയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ബാൻഡ് വിഡ്ത്തിൽ ഒരു ചെറിയൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വെയ്റ്റിൽ ഒരു ചെറിയൊരു ഡിഫറൻസ്, ഒരു സ്ലൈറ്റ് 1.24 ആയിരുന്നു, അത് 2.3 ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു ഡിഫറൻസ് ഇതിനകത്തോട്ട് വരുന്നില്ല. നമുക്ക് ഒബ്വിയസ്ലി M5 ചിപ്പ് വരുന്നുണ്ട്. M5 ചിപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസിൽ നമുക്കൊരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ബാറ്ററി പെർഫോമൻസിലെ കാര്യങ്ങളൊന്നും ഒരു ഡിഫറൻസും ഇതിനകത്ത് നമുക്ക് വരുന്നില്ല. ഒരു മേജർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് സ്റ്റോറേജ് പണ്ട് 256 ആയിരുന്നു, അത് ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേനും 512 ആയിട്ടുണ്ട്. ആകെ നമുക്ക് ഇതിനകത്ത് ചിപ്സെറ്റ് വരുന്നത് നമുക്ക് ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. M5 ആവുന്നുണ്ട്. M5 ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുക സ്പീഡിലും അതുപോലെ അതിൻ്റെ പെർഫോമൻസിലൊക്കെ ഒരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കിയപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്ബുക്ക് എയറിൽ അവർ പ്രത്യേകിച്ച് ഭയങ്കരമായ ഒരു ഇന്നോവേഷനോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അടുത്ത പ്രൊഡക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഐപാഡ് എയറിൻ്റെ M4 ചിപ്പുള്ള നമ്മുടെ ആ ഒരു മോഡൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കരമായ ഡിഫറൻസ് ഒന്നുമില്ല. SoCയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. SoCയിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് വരുമ്പോഴത്തേനും നമുക്ക് Wi-Fi 7 വരുന്നുണ്ട്. അതുപോലെ ബാൻഡ് വിഡ്ത്തിൽ ഒരു ചെറിയ അപ്ഗ്രേഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് വെയിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു 5 ഗ്രാമിൻ്റെ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അത് ഓരോ മോഡലിലും, നമുക്ക് വൈഫൈ മോഡലിലാണെങ്കിലും നമ്മുടെ സാധാ മോഡലിലാണെങ്കിൽ ആ ഒരു 5 ഗ്രാമിൻ്റെ ഒക്കെ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു SoCയിൽ വന്ന ഡിഫറൻസ്, ഈ വെയിറ്റിൽ വന്ന ഡിഫറൻസ്, അതുപോലെ പിന്നെ നമുക്ക് SoCയിൽ തന്നെ നമുക്ക് വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് 6 ആയിട്ടുണ്ട്. 5.8 അങ്ങനെ എന്തോ ആയിരുന്നു, അത് നമുക്കിപ്പോൾ 6ലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഭയങ്കരമായ ഡിഫറൻസ് ഇല്ല. പ്രൈസിലും കാര്യമായ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ബേസ് സ്റ്റോറേജും അതുപോലെ 128 തന്നെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിലും ഒരു ഡിഫറൻസും ഇത് വന്നിട്ടില്ല. കാര്യമായ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവൻ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് അപ്ഡേറ്റ് ആണെന്നേക്കുന്ന ആ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. അതല്ലാണ്ട് മേജർ അപ്ഡേറ്റ് ഒന്നിലും തന്നെ വന്നിട്ടില്ല. നമുക്ക് എല്ലാത്തിലും അതിൻ്റെ ആ ഒരു പ്രോസസ്സർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ സ്പീഡ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. SoC ഡെഫിനറ്റ്ലി അതിനകത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ SoCയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ജനറേഷൻ കഴിയുമ്പോഴത്തേനും Wi-Fi 6 ആവും, 7 ആവും, 8 ആവും. അതിനനുസരിച്ച് കാര്യങ്ങൾ എന്താ പറയുക അവരൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതല്ലാണ്ട് ഇതൊരു ഇന്നോവേറ്റീവ് സംഭവം ഒന്നുമല്ല. ഒരു ഇന്നോവേറ്റീവ് എന്താ പറയുക ഫീച്ചറോ കാര്യമൊന്നും അല്ല. AI കുറിച്ച് ഇതിനകത്ത് എവിടെയും തന്നെ മെൻഷൻ പോലും ചെയ്തിട്ടില്ല. മീൻസ് അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ടെന്ന് ഇതിനകത്ത് ഈ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് അതിൻ്റേതായ ഒരു ഫീച്ചറുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇവൻറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിലോ ഒന്നും ഞാൻ ഇതിനകത്ത് ആപ്പിൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ലാണ്ട് ഇതാണ് ശരിക്കും ഇതിനകത്ത് SoCയിലും പ്രോസസ്സറുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് വരുന്നത്. വേറെ 2 അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റുഡിയോൻ്റെ ആ ഒരു ഇതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 2 അപ്ഡേറ്റുകൾ നമുക്ക് അതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് സ്റ്റുഡിയോ XDR വരുന്നുണ്ട്, ഒന്ന് നോർമൽ സ്റ്റുഡിയോയിലും അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു പിക്സലിൻ്റെ കുറച്ച് ഡെൻസിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒരാൾക്ക് അതിനകത്ത് മേജറായിട്ട് നമുക്കൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാനില്ല. അത് പ്രീമിയം
ആയിട്ടുള്ള ഒരു കസ്റ്റമറിനാണ്, അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരാണ് കൂടുതലും ഈ ഒരു ആപ്പിളിൻ്റെ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡിയോ എന്താ പറയുക സ്ക്രീന് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഡിഫറൻസ് ചെറിയ ചെറിയ ഡിഫറൻസ് അവിടെയും വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് ഉള്ളൊരു പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിങ്ങും നല്ല ഹൈ ആണ്. നമുക്ക് ഏകദേശം ഒരു $5000 ആ ഒരു റേഞ്ചിനകത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റുഡിയോയിന് നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ പുതിയൊരു അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്ന ഈ ഒരു അപ്ഡേറ്റിൽ വന്നേക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ ഹാൻഡ് നമുക്കിത് മാർച്ച് 11 ആ ഒരു ഡേറ്റിലേക്ക് നമുക്ക് ഇതിൻ്റെ പ്രീ ഓർഡറൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഏകദേശം ആ ഒരു ടൈമിലേക്ക് നമുക്ക് നമ്മുടെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു മാക്ബുക്കിൻ്റെ നിയോയ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമ്മളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ മാക്ബുക്കിൻ്റെ പുതിയ M5 ആണ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ യൂസിങ് ആണ്. നമ്മൾ അതിൻ്റെ ഒരു എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ, നമ്മുടെ ഒരു ലോങ് ടേം റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോഫാർ അടിപൊളിയായിട്ടുള്ള ഒരു മാക്ബുക്ക് ആണ്. നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിങ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക്